കട്ടിങ് ആണെന്ന് സൈഫുൽ സാറ് നല്ല നേരത്തെ ബിലാൽ സാർ മഷിവിയാക്കിയ പോലെ തന്നെ മഷിവിക്കാട്ടോ. അപ്പോൾ ബട്ടർഫ്ലൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. മലബാർ ട്രവല്ലി എന്ന് പറയുന്ന മീനാണിത്. മലബാർ ട്രവല്ലി നല്ല അടിപൊളി കടികൻ്റെ കൂട്ടത്തിൽപ്പെട്ട വറ്റൻ്റെ കൂട്ടത്തിൽപ്പെട്ട മീനാണ്. പിന്നിൽ നല്ല സ്റ്റമ്പ് പോലുള്ള മുള്ളുണ്ടാവും. അതിൻ്റെ സൈഡൊക്കെ തട്ടി കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള മൂർച്ചയായിട്ടുള്ള സാധനം. അപ്പോൾ നമുക്കിന്ന് സൈഫുൽ സാറിൻ്റെ കട്ടിങ്ങും കാണാം, കൂടെ നമുക്കൊരു അറിവും പഠിക്കാം. അതാണ് മെയിൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ മുകളിൽ സൈഫുൾ ഇങ്ങനെ ഒഴിവാക്കി വിടുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ചെതുമ്പല, തോലല്ല ചെതുമ്പല. അപ്പോൾ എല്ലാവരും ചോദിക്കും ചെതുമ്പൽ കഴിച്ചതുകൊണ്ട് ചെതുമ്പൽ ഉള്ളിൽ പോയതുകൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന്. അപ്പോൾ നമ്മളവിടെ മുൻപൊരു നമ്മളൊരു മൊയിലേരുണ്ടായിരുന്നു. മൂപ്പരാണ് ചെതുമ്പൽ നിങ്ങൾ നന്നാക്കി ക്ലീനാക്കിക്കോ, ചെതുമ്പൽ ഉള്ളിലൊന്ന് പോയാൽ കുടലിലൊക്കെ ഉണ്ട് തങ്ങിക്കും, കരളിലൊക്കെ തിന്ന്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നമ്മളെ മനുഷ്യൻ്റെ ഒരു ഡൈജസ്റ്റിംഗ് സിസ്റ്റം അറിയാലോ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ആയാലും ചെതുമ്പൽ ഇനിയിപ്പോൾ കഴിച്ച് തന്നെ പോയാലും അറിയാണ്ട് കഴിച്ച് തന്നെ പോയാലും ഒരു പ്രശ്നമില്ല. അത് കുടലിൽ കുടുങ്ങി കിടക്കുക അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ ഒട്ടിക്കിടക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഡൈജസ്റ്റായിട്ട് അത് ദഹിച്ചു പോകുന്നുള്ളതാണ് മെയിൻ. അപ്പോൾ കുറേ പൊട്ടത്തരങ്ങൾ പറയാൻ കുറേ ആൾക്കാരുണ്ടാവും, തിരുത്തി തരാൻ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ നമ്മളെ പോലെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം, ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും തീരെ മറക്കണ്ട. അപ്പോൾ നല്ല നല്ല അറിവ് കിട്ടണമെന്നുണ്ട് ഫോളോ ചെയ്യേണ്ടി വരും, നിർബന്ധമാണ്. അപ്പോൾ സൈഫുൽ സാറ് ഇനി അടുത്തത് വേറൊരു കട്ടിങ്ങിലേക്ക് പോകണം. അപ്പോൾ നമ്മളെ ബട്ടർഫ്ലൈ ആക്കാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് നല്ല ചുവന്ന ഇറച്ചിയാട്ടോ. മലബാർ ട്രവല്ലി ഞാൻ പറഞ്ഞില്ല, വറ്റ കടികയാണ്. കെഷ്റാൻ എന്നാണ് ഇവിടെ പറയുക കേട്ടോ. ഒമാനിൽ കെഷ്റാൻ എന്നാണ് പറയുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുള്ളായിരിക്കും. ഇറച്ചീൻ്റെ കളർ ഉണ്ടല്ലോ, പുതിയ മീനായതുകൊണ്ടാണ്. തലയുടെ ഭാഗം നല്ല ടഫായിരിക്കും അല്ലേ. അത് കൊത്തന്നെ വേണ്ടി വരും കേട്ടോ. 1 2 3 4 5 6 7 8 9 അയവാ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ചെകിളപ്പൂ കണ്ടാൽ തന്നെ അറിയാം മീൻ ഫ്രഷാണോ പുതിയതാണോ. ചോരൊക്കെ ഇങ്ങനെ തെറിക്കും, ധൂമായിട്ട് ചോരൊക്കെ ഇങ്ങനെ തെറിച്ച് ആളാകെ സെറ്റായിട്ടാണ് നിൽക്കുക. അത് കണ്ടേക്കില്ല. നമ്മൾ മുൻപ് സഹുവ മുറിച്ചപ്പോൾ തമ്പ മുറിച്ചപ്പോൾ അതുപോലെ തന്നെയാണ്. ബിഷാർ ബട്ടർഫ്ലൈ ആണ്.